ഏകദേശം ഒരു മാസമായില്ലട നീ എൻ്റെ കൂടെ കൂടിയിട്ട്. ഓൾമോസ്റ്റ് 1 month ആയി. സോ സാംസങ് ഗാലക്സി S24 നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ ഒരു മാസാനുഭവം ഷെയർ ചെയ്യാം. ഞാൻ എന്തായാലും കൃത്യമായി പോയിന്റ് വൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം 8 കാറ്റഗറീസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, സ്പീക്കേഴ്സ്, ഹാപ്റ്റിക്സ്, സോഫ്റ്റ്വെയർ, മെയിൻലി Exynos 2400, ഇതിൻ്റെ ബാറ്ററി, ചാർജിങ്, ക്യാമറ, ബാക്കിയുള്ള കാര്യങ്ങൾ ആൻഡ് ഈ എല്ലാ കാറ്റഗറീസിലും ഞാൻ എൻ്റെ ഒരു റേറ്റിംഗും കൂടെ ഞാൻ പറയാം. സോ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ യു വിൽ ഫീൽ ഇറ്റ് ഇസ് എ പ്രീമിയം ഫോൺ. നിങ്ങളൊരു iPhone 15+ യൂസർ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം റിലേറ്റബിൾ ആയിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെ ഡിസൈൻ. സിമിലർ ബോക്സി ഡിസൈൻ, ഗ്ലാസ് ബാക്ക്, ഗ്ലാസ് ഫ്രണ്ട്, അതേ ഒരു ഫോം ഫാക്ടർ. പക്ഷേ ലുക്ക് ആൻഡ് ഫീൽ ഇസ് മാർവലസ്. ഈ ഒരു ഷിമ്മറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് Victus 2 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. Victus 2 എന്ന് പറയുന്നത് മൈനർ സ്ക്രാച്ചസ്, ഇപ്പോൾ പോക്കറ്റിൽ താക്കോലൊക്കെ ഒരുമിച്ചിടുമ്പോഴൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഫോൺ വിത്തൗട്ട് കേസ് ആണ് ഇത്രയും നാളും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫ്രെയിമിലോ ബാക്ക് സൈഡിലോ ഒന്നും യാതൊരു പ്രശ്നവും വന്നിട്ടുള്ള സ്പോട്ട്ലെസ് ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ, ഇടയിലുള്ള ഒരു ആർമർ അലുമിനിയം ഫ്രെയിം, മൊത്തത്തിൽ ഡിസൈൻ വൈസ് എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇതിനൊരു 9 out of 10 പോയിന്റ്സ് കൊടുക്കും. എന്തുകൊണ്ട് 10 out of 10 അല്ല എന്ന് ചോദിച്ചാൽ യുണീക്നെസ് ഇല്ല. ഈ ഒരു ഫോൺ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു S സീരീസ് ആണോ, A സീരീസ് ആണോ, F സീരീസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് വരുന്നുണ്ട്. ആ ഒരു യൂണീക് ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 10 out of 10 കൊടുക്കുന്നില്ല. ഡിസ്പ്ലേ ക്വാളിറ്റി പണ്ട് തൊട്ടേ സാംസങ്ങിൻ്റെ എക്സലൻ്റ് ആണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ഫ്രം സാംസങ് ആൻഡ് വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഫ്രം സാംസങ് എന്നും പറയാം. ശരിക്കും ഈ ഫോണിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ കുട്ടി ബെസൽസ് ആണ്. ഫോൺ നിങ്ങൾ പുറത്ത് എടുത്തിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരാൾ നോക്കുന്ന സമയത്ത് 4 സൈഡിലും യൂണിഫോം ആയിട്ട് തിന്നായിട്ടുള്ള ബെസൽ കാണുമ്പോൾ തന്നെ അമ്പോ ഡിസ്പ്ലേ കൊള്ളാലോ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. എസ്പെഷ്യലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ആൻഡ് ഔട്ട്ഡോറിലായിക്കോട്ടെ ഇൻഡോറിലായിക്കോട്ടെ ബ്രൈറ്റ്നസ് അപാരമാണ്. 2600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. ബട്ട് നോർമൽ യൂസ്, ഔട്ട്സൈഡ് ഡയറക്റ്റ് സൺലൈറ്റ് യൂസിനൊക്കെ യാതൊരു ബ്രൈറ്റ്നസ് പ്രശ്നവും ഇല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ ഹാൻഡ് യൂസ് ഫോണാണ്. ഈ കോമ്പാക്ട് ഫോണിലും ലാസ്റ്റ് ഇയറിനെക്കാളും ഇക്വലന്റ് ഡിസ്പ്ലേയിൽ വന്ന മാറ്റം QHD+ കിട്ടുന്നുണ്ട്. ക്വാഡ് HD+ റെസൊല്യൂഷൻ. ബേസിക്കലി നിങ്ങൾക്ക് HD+ ഇടാം, ഫുൾ HD+ ഇടാം, ക്വാഡ് HD+ ഇടാം. പണ്ട് അൾട്രാ ഫോണുകൾക്ക് മാത്രമായിരുന്നു ക്വാഡ് HD+ കിട്ടിയത്. ഇപ്പോൾ പ്ലസ് വേരിയന്റിനും വന്നിട്ടുണ്ട്. ഗുഡ് തിങ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ പാനൽ LTPO ആക്കിയിട്ടുണ്ട്. 1 Hz to 120 Hz ഡൈനാമിക് റിഫ്രഷ് റേറ്റ് തരുന്ന ഒരു ഡൈനാമിക് AMOLED 2X എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേക്ക് എത്ര റേറ്റിംഗ് കൊടുക്കുന്നു വെച്ചാൽ 8 out of 10. ഡിസ്പ്ലേ ഇത്ര നല്ലതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് 8 out of 10? റീസൺ ഉണ്ട്. ഫസ്റ്റ് റീസൺ പറഞ്ഞുതരാൻ, ഡിസ്പ്ലേ സെറ്റിംഗിൽ പോയിട്ട് ഞാൻ സ്ക്രീൻ മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിവിഡും നാച്ചുറലും ഉണ്ട്. ഈ സെയിം സെറ്റിംഗ് ഞാൻ S23 അൾട്രയിലും എടുക്കാം. അൾട്രയിൽ ഞാൻ കൃത്യമായിട്ട് നാച്ചുറലിൽ നിന്നും വിവിഡി പോകുമ്പോൾ ആ ഒരു പഞ്ചിനെസ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൽ നാച്ചുറലിൽ നിന്നും വിവിഡി പോകുമ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല. ഇറ്റ് മൈറ്റ് ബി എ സോഫ്റ്റ്വെയർ ബഗ്. പക്ഷെ ഞാൻ കണ്ടത് ഈ ഒരു കാലിബ്രേഷൻ കാര്യങ്ങളും കുറച്ച് ന്യൂട്രലാക്കാൻ വേണ്ടിയാണെന്നാണ്. ബട്ട് ഐ സ്റ്റിൽ മിസ് ദാറ്റ് പഞ്ചി ഡിസ്പ്ലേ ഓഫ് സാംസങ്. അതുകൊണ്ടാണ് ഞാൻ 8 out of 10 കൊടുത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അവർ പറയുന്നത് 1 Hz 120 Hz ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണെന്ന്. പക്ഷേ ഞാൻ FPS മീറ്റർ ഇട്ടിട്ട് പോലും എനിക്ക് 24 Hz to 120 Hz ആണ് കിട്ടിയത്. 1 Hz ഈവൻ എനിക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ പോലും കിട്ടിയില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ 9 out of 10 കൊടുക്കും. ഇതുവരെ കിട്ടിയിട്ടില്ല. മേ ബി സോഫ്റ്റ്വെയർ ബഗ് ആയിരിക്കാം. സോ ആസ് ഓഫ് നൗ 8 out of 10. സ്പീക്കേഴ്സ് ഇപ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, കട്ടൗട്ട് തന്നെ ഒരു വ്യത്യാസപ്പെടുത്തിയിട്ട് ഒരു മെമ്മറി കാർഡ് സ്ലോട്ട് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. സ്പീക്കറിന്റെ കാര്യത്തിൽ ഞാൻ പറയും നല്ല ബേസ്, നല്ല ട്രിബിൾ, നല്ല മിഡ്സ്, ഇത് മൂന്നും തമ്മിൽ നല്ല സെപ്പറേഷൻ ഉണ്ട്. ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, എന്നാൽ പതർച്ച ഒട്ടുമില്ല, നല്ല ലൗഡ്നെസ്സും ഉണ്ട്. സ്പീക്കേഴ്സ് ഞാൻ ഒരു 8.5 out of 10 കൊടുക്കും. കാരണം ഇതിന് ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ട്. താഴെ ഒരു സ്പീക്കർ, മുകളിൽ ഒരു ഇയർ പീസ് തന്നെ സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പക്ഷേ 100% വോളിയമിൽ ഇടുമ്പോൾ താഴത്തെ സ്പീക്കർ 100% വോളിയം ആണെങ്കിൽ മുകളിലത്തെ സ്പീക്കർ ഒരു 90% വോളിയത്തിലായിരിക്കും കേൾക്കുന്നത്. സോ രണ്ടും ഈക്വലി സൗണ്ടിങ് അല്ല. ചെറിയ രീതിയിലൊരു വോളിയം കുറവ് ടോപ്പ് സ്പീക്കറിലുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ എല്ലാ കൊല്ലവും ഉണ്ടായി. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ ഐ വുഡ് ഗിവ് 9 out of 10. അല്ലാത്ത പക്ഷം 8.5 out of 10. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാപ്റ്റിക്സ് ഇപ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വൈബ്രേഷൻ, ഫോൺ അടിക്കുമ്പോഴുള്ള വൈബ്രേഷൻ, നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള വൈബ്രേഷൻ, ബാക്ക് ഫ്രണ്ടൊക്കെ അടിക്കുമ്പോഴുള്ള വൈബ്രേഷൻ, ദാറ്റ് ഈസ് കഴിഞ്ഞ കൊല്ലത്തെ S23 അൾട്രേനേക്കാളും കുറച്ചുകൂടി എനിക്ക് സോളിഡായിട്ടും ഒരു രസമില്ല. ഒരു പ്രീമിയം ഫോൺ യൂസ് ചെയ്യുമ്പോൾ നോർമൽ ഫോണിൽ എന്നുള്ള അല്ലാതെ
എന്ന് പറഞ്ഞൊരു നല്ലൊരു ഹാപ്റ്റിക്സ് കിട്ടുന്നുണ്ട്. ഗുഡ് ജോബ്. ഇനി കമ്മിങ് ടു സോഫ്റ്റ്വെയർ, ഞാൻ AI ഫീച്ചേഴ്സിനെ പറ്റി ഇരുന്ന് ഡീപ്പായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി AI ഫീച്ചേഴ്സ് അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞു. എൻ്റെ അൺഫിൽറ്റേർഡ് ചാനലിൽ ഞാൻ AI ഫീച്ചേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാം. ജസ്റ്റ് പ്യുവർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ One UI 6.1 സൂപ്പർ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതായത് ഈ ഫോൺ എടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വരെയും എനിക്ക് യാതൊരു ലാഗും ഫീൽ ചെയ്തില്ല, യാതൊരു ഗ്ലിച്ചും ഇല്ല. ഭയങ്കര സ്മൂത്ത്. ഈവൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ റീഡ് ചെയ്യുന്ന സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോവും. ഒരു ആപ്പ് ഇപ്പോൾ നമ്മൾ ആപ്പ് എടുത്തിട്ട് നമ്മളിപ്പോൾ ജസ്റ്റർ കാണിച്ച്, ഞാൻ ജസ്റ്റർ റൈറ്റിലേക്കാണ് ജസ്റ്റർ സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിൽ നിന്ന് ആപ്പ് ഐക്കൺ പോയിട്ട് ആപ്പ് ഐക്കണിലേക്ക് വരും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റിലേക്കാണ് തള്ളുന്നതെങ്കിൽ ആപ്പ് ലെഫ്റ്റിൽ പോയി ചുരുങ്ങിയിട്ട് ആ ഒരു ആപ്പ് ഐക്കണിലേക്ക് വരും. ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇന്നേ വരെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന One UI വെച്ചിട്ട് 6ൽ നിന്നും 6.1 വന്നപ്പോൾ ഫ്ലൂയിഡിറ്റി ഒപ്റ്റിമൈസേഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്ലസ് 7 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ്സും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട്. യെസ്, 7 ഇയേഴ്സിലേക്ക്. ആൻഡ് ഗാലക്സി AI ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഹിന്ദിയിൽ ഒരാളോട് ടൈപ്പ് ചെയ്യാറില്ല. എനിക്കാരും ഹിന്ദിയിൽ ഇങ്ങടേക്ക് മെസ്സേജ് അയക്കാറില്ല. പൊതുവെ മലയാളത്തിലൊക്കെയാണ് നമ്മൾ അയക്കാറ്. മലയാളം ലാംഗ്വേജ് ആസ് ഓഫ് നോ സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഗാലക്സി AI കോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്, അതേപോലെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഇതിനൊന്നും കാര്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. നോട്ട്സ് നമ്മൾ എടുക്കുവാണ്, സംസാരം റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ തന്നെ അതും മലയാളത്തിലാണ് സംസാരിക്കുന്നത്. മലയാളം ഇതിന് പാവം മനസ്സിലാവില്ല. ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഇപ്പോഴത്തേക്ക് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഹിന്ദി മാത്രമേ മനസ്സിലാവുള്ളൂ. ഗാലറിയിൽ ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഇറേസർ മാത്രമാണ്. അതേപോലെ ക്ലാരിറ്റി കൂട്ടാൻ റീമാസ്റ്റർ. ഈ രണ്ടും അല്ലാതെ ബാക്കിയുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഡേ ടു ഡേ എനിക്ക് അത്ര വലിയ എൻ്റെ യൂസിനില്ല. ബട്ട് ഗുഡ് ഫീച്ചേഴ്സ്. ഇൻ്റർനെറ്റ് വേണോ എന്ന് മാത്രം. പിന്നെ എനിക്ക് ഇഷ്ടമായ കാര്യം ഇതിനകത്ത് AI വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചില പെർട്ടിക്കുലർ ടേംസ് നമ്മൾ മാറ്റിയിട്ട് വാൾപേപ്പർ AI വെച്ച് ജനറേറ്റ് ചെയ്യാം. ഈവൻ ഇപ്പോൾ കാണുന്ന ഈ വാൾപേപ്പർ വരെ ഞാൻ AI ജനറേറ്റ് ചെയ്തതാണ്. സോ സോഫ്റ്റ്വെയർ വൈസ് സോളിഡ് 8.5 ഔട്ട് ഓഫ് 10. യെസ്, ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന മെയിൻ ആള് Exynos 2400. Exynos 2400 പോലെയുള്ള ഇത്രയും മോശപ്പെട്ട ചിപ്സെറ്റ് ഇല്ല എന്ന് ആൾക്കാർ പറയുമെന്ന് വിചാരിച്ചുവെങ്കിലും സർപ്രൈസിംഗ്ലി കാര്യങ്ങളൊക്കെ തിരിഞ്ഞു. ഹിസ്റ്ററി വെച്ച് നോക്കുവാണെങ്കിൽ എക്സിനോസിനെ പോലത്തെ ഒരു പൊട്ട ചിപ്സെറ്റ് ഇല്ല. അത്രയും ഹീറ്റിംഗ് ഉള്ള, ത്രോട്ട്ലിംഗ് ഉള്ള, മോശം പെർഫോമൻസ് ലാഗുന്ന ഒരു ചിപ്സെറ്റ് ഇല്ല എങ്കിലും 2400 നല്ലപോലെ അവർ നേരത്തെ അടി വാങ്ങിച്ചുകൊണ്ട് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞ പോലെ One UI ഇത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ആ ഒരു ചിപ്സെറ്റ് ഹാൻഡിൽ ചെയ്യുന്നു. ഗെയിമിംഗ് കളിക്കുമ്പോൾ പോലും അതൊരു പ്രശ്നവുമില്ല, ലാഗില്ല, നല്ലൊരു പീക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഈവൻ ഹീറ്റിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഗെയിം Pun2 സ്കോർ, ജെൻഷിൻ ഇമ്പാക്റ്റ് പോലെയുള്ള ഗെയിംസ് കളിക്കുമ്പോൾ വാംത്ത് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ S23 അൾട്രേനെക്കാളും പെട്ടെന്ന് കൂൾ ഡൗൺ ആവുന്നുണ്ട്. പുറത്ത് പോയി 4Kയിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുവാണ്, പോർട്രേറ്റ് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുവാണ്, ആ സമയത്ത് ഫ്രെയിമും ബാക്ക് സൈഡും ഹീറ്റ് ആവും. പക്ഷേ ആ ഒരു ചൂടിൽ നിന്ന് നിങ്ങൾ തിരിച്ച് വീട്ടിനകത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഫോൺ കൂൾ ഡൗൺ ആവും. അത്ര പെട്ടെന്ന് കൂളിംഗ് അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിപ്സെറ്റിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ താങ്ക്സ് ടു AMD ഇക്കൊല്ലം നല്ലപോലെ Exynos 2400 ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്ക്ലിപ്സ് എന്ന് പറയുന്ന GPU നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ടോട്ടൽ പെർഫോമൻസിൽ ഇംപ്രൂവ്മെൻറ്റ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഐ നോ 8 Gen 3 ആണ് വരേണ്ടിയിരുന്നത്. എല്ലാവരും 8 Gen 3 ആണ് എക്സ്പെക്ട് ചെയ്തത്. സോ Exynos 2400 കൊടുത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. പക്ഷേ 8 Gen 3 ഇവിടെയാണെങ്കിൽ 8 Gen 2 താഴെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടാണ് എനിക്ക് Exynos 2400 ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആസ് ഓഫ് ദി ഈ ഒരു മാസത്തെ യൂസേജിൽ. സോ പെർഫോമൻസ് വൈസ് ഐ വുഡ് ഗിവ് 8 ഔട്ട് ഓഫ് 10. ഇനി എക്സിനോസുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് എൻ്റെ ബാറ്ററി ബാക്കപ്പ്. എക്സിനോസ് ഫോണുകൾക്ക് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂവും പെർഫോമൻസ് ഒക്കെ വ്യത്യാസം വരുത്തിയിരിക്കുന്നുണ്ട് തന്നെ. പ്ലസ് എക്സ്ട്രാ 4700 mAh നിന്ന് 4900 mAh ബാറ്ററി ആക്കിയത് കൊണ്ടും ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. സുഖമായിട്ട് എനിക്ക് രാവിലെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 1 day ഫുൾ ബാറ്ററി കിട്ടുന്നുണ്ട്. എന്ന് മാത്രമല്ല ഓൾമോസ്റ്റ് 8 to 9 അല്ലെങ്കിൽ 10 hours സ്ക്രീൻ ഓൺ ടൈം, നല്ല ഹെവി യൂസേജ് ആണെങ്കിലും 8 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം സുഖമായിട്ട് ഒരു ഫോണിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ബാറ്ററിയുടെ ഭാഗത്തൊന്നും ആസ് ഓഫ് നോ എനിക്ക് പറയാനില്ല. പിന്നെ S24 മോഡലിൽ 25 watt വരെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ 24 പ്ലസിൽ നിങ്ങൾക്ക് 45 wattൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, 45 wattൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0, അതേപോലെ 25 wattൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും, അതേപോലെ 15 wattൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ആൻഡ്
15 വാട്ട് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1.25 മണിക്കൂറോളം എടുക്കും. എൻ്റെ 25 വോൾട്ട് ചാർജറിലാണെങ്കിൽ 1.25 to 1.5 മണിക്കൂർ കൂട്ടിക്കോ ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്. മേ ബി 45 വാട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 1 അവറിൽ ചാർജ് ആവും ഫുൾ. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട് 4.5 വാട്ടിൻ്റെ. നിങ്ങളുടെ വാച്ചും ചാർജ് ചെയ്യാം, ഈ ഒരു ഇയർ ബഡ്സ് ഗാലക്സി ബഡ്സോ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് ബഡ്സും ചാർജ് ചെയ്യാം, വേറെ ഫോണും ചാർജ് ചെയ്യാം. ബാറ്ററി സെക്ഷൻ, ചാർജിങ് സെക്ഷൻ ഐ വുഡ് ഗിവ് 9 out of 10. ക്യാമറ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് ഫോട്ടോസൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കാനൊന്നുമില്ല. നല്ല ക്യാമറ പെർഫോമൻസ് തന്നെയാണ് പ്രൈമറി ക്യാമറ അൾട്രാ വൈഡ് പോർട്രേറ്റ് ഒക്കെ തരുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ സാമ്പിൾസും കാണിച്ചിട്ടുണ്ട്. ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ്. വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇട്ടേക്കുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അൾട്രാ ഹൈ അഥവാ 4K 30 FPS പ്രൈമറി ക്യാമറയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് 0.6 അഥവാ അൾട്രാ വൈഡിലേക്ക് ഞാൻ പോകുവാണെങ്കിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു കളർ ഷിഫ്റ്റ് കാണുന്നുണ്ടോ? 1x പോകുമ്പോൾ കളർ ഷിഫ്റ്റ്, ഇപ്പോൾ 3x പോകുന്ന സമയത്ത് പിന്നെയും കളർ മാറുന്നുണ്ട്. ഈ ഒരു കളർ ഷിഫ്റ്റ് അഥവാ ക്വാളിറ്റി വ്യത്യാസം മാത്രമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ലോ ലൈറ്റിൽ വീഡിയോസ് എടുക്കുമ്പോൾ 1x വീഡിയോ എടുക്കുമ്പോൾ അപാര ക്വാളിറ്റി, പെട്ടെന്ന് നിങ്ങൾ 0.6 അല്ലെങ്കിൽ ഈ അൾട്രാ വൈഡിലാക്കുമ്പോൾ ക്വാളിറ്റി നല്ലപോലെ മാറും. 3x ഇടുമ്പോൾ പിന്നെയും ക്വാളിറ്റി മാറുന്നുണ്ട്. ഇതല്ലാതെ വേറൊന്നും എനിക്ക് ക്യാമറയിൽ മോശമായിട്ട് പറയാനില്ല. ആൻഡ് ഈ പറഞ്ഞ എല്ലാ ക്യാമറയിലും 4K 30 FPS റെക്കോർഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം 8K 30 FPS വരെയും റെക്കോർഡ് ചെയ്യാം. 8K 30 FPS നിങ്ങൾക്ക് ക്യാമറ പ്രൈമറിയിൽ മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും നിങ്ങൾക്ക് 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ നൈസ്. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ്. സെൽഫീസിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്, ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ കൈ ഷേക്കാകുന്ന സമയത്ത് ആ ഒരു ഷേക്ക് വരുന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് ഇസ് ഗുഡ്. പ്രത്യേകിച്ചും പറയാനുള്ളത് ഷട്ടർ ലാഗ് ഉണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലത്തേക്കാളും എത്രയോ നല്ല പോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ക്യാമറ സെക്ഷനിൽ ഐ വുഡ് ഗിവ് 8 out of 10. പിന്നെ സ്മാർട്ട് ഫോൺ IP68 റേറ്റഡ് ആണ്. ഡയറക്റ്റ് വെള്ളത്തിലൊക്കെ മുക്കുവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ eSIM സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ അധികം B-roll ഒന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ബോറടിപ്പിക്കേണ്ട, അതൊക്കെ മറ്റേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 1 lakh rupees നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യുവാണ് 512 GB-ക്കെങ്കിൽ 1 lakhന് വെർത്താണോ എന്ന് വെച്ചാൽ റിഗ്രറ്റ് നിങ്ങൾ ചെയ്യില്ല. 1 lakhന് നിങ്ങൾ ഈ ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് അടുത്ത 5 കൊല്ലത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതുവരെയും, സാധാരണ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാംസങ് ഒക്കെ ഒരാഴ്ചക്കുള്ളിൽ ബഗ് ഫിക്സ് ചെയ്യുന്നൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരും. ഇതുവരെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ലോങ് റണ്ണിൽ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ യാതൊരു അപ്ഡേറ്റും ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത 5 കൊല്ലത്തേക്ക് സൂപ്പർ സ്മൂത്ത് ആയിട്ട് റൺ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. സോ നല്ല ഡിസ്പ്ലേ, നല്ല ക്യാമറ, നല്ല സ്പീക്കേഴ്സ്, നല്ല UI, ഒരു പ്രീമിയം ഫോണ്, പ്രീമിയം ബിൽഡ്, IP റേറ്റിംഗ് ഒക്കെ വേണം, ഫ്ലൂയിഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ഫീച്ചേഴ്സ്, ക്വാഡ് എച്ച് ഡിസ്പ്ലേ, ഇതൊക്കെ വേണം. ഇതൊക്കെ നോക്കി ഒരു ഫോൺ എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി S24 Plus നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.